ഗർഭധാരണവും പ്രസവവുമെല്ലാം സാധാരണ സംഭവങ്ങളാണെങ്കിലും ഇത് ചിലപ്പോഴെങ്കിലും അസാധാരണമാകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. പല ഗർഭപ്രസവ കഥകളും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇത് നടന്നതാണോ എന്നിങ്ങനെയെല്ലാം നമുക്ക് സംശയം തോന്നാവുന്ന വിധത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ. ഇത്തരത്തിൽ ഒരു ഗർഭപ്രസവ കഥയാണിത്. അത്ഭുതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു പ്രസവ കഥ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആരിഫ സുൽത്താന എന്ന 20 വയസ്സുള്ള യുവതി ഗർഭിണിയായിരുന്നു. ഇവർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാസം തികയാതെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആശുപത്രിയിലായിരുന്നു പ്രസവം നടന്നത്. മാസം തികയാതെ ജനിച്ച കുഞ്ഞാണെങ്കിലും വേണ്ട കരുതലുകളെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഇവർ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ഇത്തവണ കടുത്ത വയറുവേദന കൊണ്ടാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. പിന്നീട് വയറുവേദനയുടെ കാരണം കണ്ടെത്താനുള്ള പരിശോധനയിൽ ആരിഫ സുൽത്താന വീണ്ടും ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് പുതിയ ഗർഭമായിരുന്നില്ല. മുൻപുണ്ടായ കുട്ടിക്കൊപ്പം ഉണ്ടായ ഗർഭം തന്നെയായിരുന്നു ഇത്. ഇതുവരെ കണ്ടെത്താതിരുന്ന യൂട്രസിൽ ഇരട്ട കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. 2 യൂട്രസുകളിലുമായി 3 കുട്ടികളായിരുന്നു ആരിഫയ്ക്ക്. ഇതിലെ ഒരു യൂട്രസിലെ ഒരു കുഞ്ഞാണ് മാസം തികയാതെ പ്രസവിച്ചത്. മറ്റേ യൂട്രസിലെ ഇരട്ട കുട്ടികളാണ് വയറുവേദനയ്ക്ക് കാരണമായതും. യൂട്രസ് ഡിഡിൽഫസ് എന്ന അപൂർവ അവസ്ഥയായിരുന്നു ഇത്. ആരിഫയ്ക്ക് ഇത് ജന്മനാ ഉള്ള പ്രശ്നമായിരുന്നു. സാധാരണഗതിയിൽ 2 ട്യൂബുകളായി രൂപം കൊള്ളുന്ന യൂട്രസ് പിന്നീട് ഒരുമിച്ച് ചേർന്ന ഒരു വലിയ യൂട്രസായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യാറ്. എന്നാൽ ആരിഫയുടെ കേസിൽ ഈ 2 ട്യൂബുകൾ വെവ്വേറെയായി നിലനിന്നു. ഇതാണ് 2 യൂട്രസ് ആകാൻ കാരണമായത്. ഈ ഒരു അവസ്ഥ കണ്ടെത്തിയതോടെ പെട്ടെന്ന് തന്നെ ആരിഫയെ സർജറിക്ക് വിധേയാക്കി ഇരട്ട കുട്ടികളെ പുറത്തെടുത്തു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമായിരുന്നു. ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. അപൂർവ ജന്മമെങ്കിലും ഈ 3 കുട്ടികളും സുഖമായിരിക്കുന്നു. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലാണ് ഈ അപൂർവ സംഭവം നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.